പഹൽഗാം അറ്റാക്ക് നോക്കൂ. പഹൽഗാം അറ്റാക്ക് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിലല്ല ഉണ്ടായത്. തൊട്ടുടനെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നില്ല എങ്കിൽ പോലും പഹൽഗാം അറ്റാക്ക് നടന്നതിൻ്റെ അടുത്ത 2 ദിവസങ്ങൾക്കുള്ളിൽ എന്താണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ പ്രദേശം സന്ദർശിക്കുകയല്ല ചെയ്തത്. കശ്മീരിലേക്ക് അദ്ദേഹം പോയത് അദ്ദേഹം ബീഹാറിലെ ഒരു ഉദ്ഘാടനത്തിനാണ് പോയത്. അവിടെ വെച്ച് അദ്ദേഹം രാഷ്ട്രീയ പ്രചാരണത്തിന് തിരികൊളുത്തുകയാണ് ചെയ്തത്. അപ്പോൾ ഈ പറയുന്ന പുൽവാമയും പെഹൽഗാമും രാഷ്ട്രീയമായി എങ്ങനെ ഉപയോഗിക്കാമെന്നാണ് നോക്കിയത്. അവിടെയാണ് ലഫ്റ്റനൻറ്റ് ഗവർണർ മനോജ് സിൻഹ പറയുന്നത് അവിടെ സെക്യൂരിറ്റി ലാപ്സ് ഉണ്ടായിരുന്നു. അത് ലഫ്റ്റനൻറ്റ് ഗവർണർ പറയാതെ തന്നെ രാജ്യത്തെ എല്ലാവർക്കും അറിയാം. കാരണം അത് വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടതാണ്, എല്ലാ മാധ്യമങ്ങളിലും ചർച്ച ചെയ്യപ്പെട്ട കാര്യമാണ്. അവിടെ സൈനിക സാന്നിധ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ മനോജ് സിൻഹ പറയുന്നൊരു കാര്യം, ടൂറിസ്റ്റുകളെ ഭീകരർ ആക്രമിക്കും എന്ന് ഞങ്ങൾ കരുതിയില്ല എന്നാണ്. അങ്ങനെയാണ് ഭീകരരുടെ സൈക്കോളജി എങ്ങനെയാണ് ലഫ്റ്റനൻറ്റ് ഗവർണർക്ക് മനസ്സിലാവുക? അത് ഭീകരരുടെ സൈക്കോളജി മനസ്സിലാക്കുക സുരക്ഷാ എക്സ്പെർട്സിനാണ്. അവരാരെ ആക്രമിക്കില്ല എന്ന് രഹസ്യാന്വേഷണ വിഭാഗത്തിനാണ് മനസ്സിലാവുക. ലഫ്റ്റനൻറ്റ് ഗവർണർ എങ്ങനെയാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്ത്? അല്ലെങ്കിൽ ടൂറിസ്റ്റുകൾ ആക്രമിക്കില്ല, അതുകൊണ്ട് അവിടെ എന്തു വേണ്ട, സുരക്ഷ വേണ്ട എന്നെങ്ങനെയാണ് അതിൻ്റെ ലോജിക്ക് എന്താണ്? മറ്റൊരു കാര്യം, ടൂറിസ്റ്റുകളെ ആക്രമിച്ചില്ലെങ്കിലും ഒരു ഭീകരാക്രമണം അവിടെ ഉണ്ടാകുമായിരുന്നു എന്ന വിവരം അപ്പോൾ അദ്ദേഹത്തിനുണ്ട്. എങ്കിൽ അത് തടയാൻ എന്ത് നടപടിയാണ് അദ്ദേഹം സ്വീകരിച്ചത്? അതിന് മറുപടി പറയണ്ടേ?